ഹായ് മക്കളെ, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. അഖിൽ സാർ ആണ് കേട്ടോ. മക്കളെ, മാത്സ് പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എങ്ങനെ ഇത് പഠിച്ചെടുക്കും. ഈ മാത്സ് കാരണം ഇതിന്റെ മാർക്ക് പോയി പോവോ, ഞാൻ എങ്ങനെ പഠിച്ചാൽ എനിക്ക് നല്ല മാർക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. മക്കളെ, എങ്ങനെയാണ് നിങ്ങൾ മാത്സ് പഠിക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇക്വേഷൻസ്, കോൺസെപ്റ്റ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിലെ അല്ലെങ്കിൽ എവിടെ നിന്നാണോ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം അങ്ങനെ അതൊന്ന് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് എടുത്തു വെക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പഠിക്കുന്നതിന് പകരം ഈ ഫോർമുലയിൽ കൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചു പോവുക. അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കോളും. നിങ്ങൾ പഠിച്ചു പോകും. കൂടുതൽ എഫേർട്ട് ഇല്ലാതെ തന്നെ ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ ആണേ? പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ടീച്ചേഴ്സ് ഇങ്ങനെ ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ അത് കൂടെ ഇങ്ങനെ എഴുതി വെക്കും അല്ലേ. ഇങ്ങനെ പകർത്തി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവില്ലേ. അപ്പൊ നമ്മളിത് പകർത്തുന്ന സമയത്തായിരിക്കും ടീച്ചർ അടുത്ത പോയിന്റ് പറയുന്നുണ്ടാവുക. ആ പോയിന്റ്, ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നമുക്ക് അതൊക്കെ അങ്ങോട്ട് മിസ്സായി പോകും. നമുക്ക് ഇത് എഴുതുന്ന തിരക്കിലായി പോകും നമ്മൾ. അപ്പൊ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കാനുള്ള ഒരു തിരക്കിലാവരുത്. എന്താണ് അവർ പറയുന്നത്, ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അന്നപ്പം തന്നെ ചോദിക്കുക. അപ്പം തന്നെ ചോദിച്ചോളാം. ഡൗട്ട് ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് എപ്പോ എന്താണോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ തോന്നുന്നത്, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ടീച്ചേഴ്സിനും അത് ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അത് പറഞ്ഞ് ക്ലിയർ ആക്കി തരും. ഓക്കെ ആണേ? ഇനി ഇത് ഒക്കെ ചെയ്താലും, നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചാലും പിന്നെ ഉള്ള കാര്യം എന്താ, നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ മസ്റ്റ് ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഡെയിലി ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും മാത്സ് ചെയ്തു പഠിക്കുക. എങ്ങനെ പഠിക്കുക? ചെയ്തു പഠിക്കുക. വായിച്ച് പഠിക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. ഒരു പേപ്പർ എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് നോക്കി അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ആ ന്യൂസ് പ്രിന്റോ ചെറിയൊരു പേപ്പർ എടുത്ത് വെച്ച് ചെയ്ത് പഠിക്കണം. മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാ? ആൻസർ കിട്ടുന്നതിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്? ഒരിക്കലും ആവരുത്. ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളൊരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റും അതിന്റെ കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടില്ലേ. ആ കോൺസെപ്റ്റ് ഒക്കെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഏത് ഫോർമുലയാണ് ആവശ്യം വരുന്നത്, അങ്ങനെ ക്വസ്റ്റ്യനെ പഠിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആവും. ഞാൻ അന്ന് പഠിച്ച ഈ കാര്യം ഇവിടെയാണ് എനിക്ക് ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കണക്ട് ആവും. അപ്പൊ പറഞ്ഞത് മറക്കരുത്, ഡെയിലി അരമണിക്കൂർ മാത്സ് ചെയ്ത് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും ശ്രമിക്കുക, മറന്നു പോവാതിരിക്കാൻ. അത് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടാക്കി എടുക്കേണ്ട. അതിന് ചെയ്യാൻ പറ്റുന്ന നല്ല പരിപാടി എന്താണെന്നറിയോ, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത ദിവസം സ്കൂളിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, അറിയാത്ത ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവില്ലേ, ചില ഭാഗങ്ങളൊക്കെ മനസ്സിലാവാത്തവർക്ക് അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളത് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവും. കാര്യങ്ങൾ കുറച്ചും കൂടെ റെഡിയാവും. പിന്നെ ആ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ, അയ്യോ ഇത് എങ്ങനെയാ ഇങ്ങനെ വന്നതെന്ന് നമുക്ക് അന്നപ്പോഴേക്കും ഡൗട്ട് വരിക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യവും മറക്കരുത്. പിന്നെ ഇതിനെന്താ പറയുക, ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ റിസൾട്ടിനെ പറ്റി ആലോചിച്ചിരിക്കരുത്. റിസൾട്ട് എന്താവും അതല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എന്താണ്, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രോസസ് ഇല്ലേ, അത് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പഠിച്ച് മെല്ലെ മുന്നോട്ടേക്ക് പോവാം. റിസൾട്ട് ഒക്കെ പിന്നെ വരാനുള്ളതല്ലേ. നിങ്ങൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ നല്ല ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് നമ്മുടെ SLC എക്സാമിന് റിസൾട്ട് വരുമ്പം മാത്സിൽ നിങ്ങൾക്ക് A+ വാങ്ങി തരുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും അത്. അപ്പൊ മക്കളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫോക്കസ് ഓൺ യുവർ റിസൾട്ട് അല്ല. നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ആ പ്രോസസ്സിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായി നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു നോക്കാം. മാത്സ് നിങ്ങൾക്ക് സിമ്പിൾ ആവും. ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഓക്കെ, ബൈ ബൈ.